നമ്മളെ ചെടിയെല്ലാം ഇലവെല്ലാം ഇതെല്ലാം മഴവെള്ളാണ്ട് വെച്ചത് ഇളെ കണ്ടുവാ എവിടെ പോകുന്നെങ്കിലും കൈ തന്നെ വരും. വീട്ടിലായാലും അടുത്ത് തന്നെ കിഴക്ക് വെളുപ്പ് നല്ല കാടുണ്ടാവും. അപ്പുറം കണ്ടം കാണുന്നില്ല, കാട് മറിഞ്ഞുകൊണ്ട് ഇത് തന്നെ കണ്ടം കാണും. എവിടെ ഇറങ്ങിയിട്ടേ ഇല്ല, കുറേ ദിവസമായി ഇറങ്ങാത്ത, തീരെ പറ്റുന്നില്ല. മെല്ലെ മെല്ലെ നടന്ന് കാണിച്ചു തരാം കുറച്ച്. ഗപ്പിയാണെങ്കിൽ ആ ചെറിയ കുഞ്ഞുവണ്ടിയിലുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. തവള വരലിൻ്റെ ഇടക്കിടക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട് ഇട്ടത്. മുമ്പേ ഇഷ്ടം പോലെ ഉണ്ടായതാണ്. ഉണ്ട്, നല്ലോണം ഉണ്ട്, പിടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ, അതിൽ വലുതാണ്. മുമ്പ് എല്ലാവർക്കും കൊടുത്തു ഒഴിവാക്കിയത് ഞാൻ. നമ്മളത് അവനുണ്ടല്ലോ എല്ലാം വേണം. മറ്റേ പഠനമെല്ലാം കഴിഞ്ഞ് പിന്നെ തിരക്കായില്ലേ, പഠിക്കേണ്ട തിരക്കായില്ലേ, പിന്നെ ഒന്നുമില്ല. പ്രാവും മുയലും മീനും നായി എല്ലാം ഉണ്ടായിന്, ഇപ്പോൾ ഒന്നുമില്ലാണ്ടായി. കാവൽക്കാരൻ എവിടെയെങ്കിലും വീണുപോയെങ്കിലും വഴി തന്നെ. നമ്മളെ ചീരച്ചേപ്പ് ചുവപ്പ് റെഡിയുണ്ട് കുറച്ച്. എണി പോകുന്നൊന്നുമില്ല, പേടിയാവുന്ന വീണ് പോയെങ്കിലേ ഒരാളെങ്ങനെയുണ്ട് പേടിപ്പിക്കാൻ വരുന്ന, നമ്മുടെ കുഞ്ഞുവനെ പേടിപ്പിക്കാൻ കേട്ടോ. നമ്മളെ 10 മണിയെല്ലാം വേണ്ട, പല പേരിൽ 10 മണി ഉണ്ടാവുന്നത്. മുട്ട വരുന്നുണ്ട്, ചെറുതായിട്ട് മുട്ടുണ്ടെന്നല്ല. ഇതിലുണ്ട് ഇല വരാൻ തുടങ്ങി. മഴ വെള്ളാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്നില്ല നടക്കാൻ, എത്ര സൂക്ഷിച്ചാലും വീണ് പോകുന്നു. നമ്മുടെ ഓടുവാവിയെ മഞ്ഞളുണ്ടല്ലേ, എത്രയായി അത്. കുറേ ഹനുമാൻഗിരിയുടെ ഉണ്ട്, ഇതാണ്ട ഇതെല്ലാം ഉണ്ട് നഷ്ടം. ചിങ്ങമാസത്തിലാണ് ഇതെല്ലാം പൂടാൻ പറിക്കല്. ഉണ്ടല്ലേ, പോവാം, തല കറങ്ങലായി. ഞാനിവിടെ എത്തി. ഒന്നും പറ്റുന്നില്ല, നടക്കാനേ പറ്റുന്നില്ല. എന്നാണ്ട് ബുക്ക് ഉണ്ടോ, ഒന്നും എഴുതലുമില്ല, ഇപ്പോൾ ഒന്നുമില്ല. ഒരു വർഷം തന്നെയായി. എന്തെങ്കിലും ഡയറിയെല്ലാം എഴുതി നോർക്കും, നാട്ടിലുള്ളതും വീട്ടിലുള്ളതും വിശേഷമെല്ലാം ഒന്നുമില്ല. ഉണ്ടല്ലോ ഇപ്പോൾ ബുക്കിലെല്ലാം പേപ്പർ ഉണ്ടല്ലോ നടക്കുന്നത്, ഒന്നും എഴുതല്ല. ബുക്ക് തൊട്ടാൽ പിന്നെ ഞാനാകെ മാറും. അതുകൊണ്ട് പിന്നെ അങ്ങനെയായി. ഇനിയിപ്പോൾ ഒന്നും പൂവെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ സമയം പോകും, അതുമില്ല. തീരെ പറ്റുന്നില്ല. എല്ലാം ഭക്ഷണം കഴിക്കാതെ കണ്ടില്ല, എൻ്റെ കയ്യിലും കണ്ട ഒന്നും തീരെ ഭക്ഷണം വേണ്ട, അല്ലാത്ത അവസ്ഥയായി. എത്ര ശ്രദ്ധിച്ചാലും പുറത്ത് പോകാനും പേടി, വീണു അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടും ബാത്റൂമിൽ പോയി വീണു. ഭാഗ്യം എന്നേ പറയാം, ഒന്നും പറ്റാണ്ട് എവിടെയും തലയിടിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഒരു വേദനയുണ്ട് ആകെ. ഇപ്പോൾ ദിവസം കഴിയുന്തോറും ഒരു വേദന. പ്രശ്നമില്ല, എന്നാലും ഇത്രയെല്ലാം പറ്റിയിട്ടു എന്ന് വിചാരിക്കാം. ഇത്ര വലിയ ഇങ്ങനെ വീണിട്ടേ
മരുന്നെല്ലാം ഉണ്ട് ഒരുപാട് എഴുതി തന്നിട്ട് അതൊന്നും കഴിക്കാനും പറ്റുന്നില്ല. എല്ലിന് വരേണ്ട മരുന്നെല്ലാം ഉണ്ട്. കുറച്ച് നാളായി നിർത്തിപ്പോയി. അതുകൊണ്ടാട്ടാന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വന്നത്. ഗുളിക കഴിക്കുന്നതുകൊണ്ടാണെന്ന് തീരെ ഭക്ഷണത്തോടൊരു താല്പര്യമില്ല, ഒന്നും കുടിക്കുന്നില്ല. അങ്ങനെയുണ്ട് ഇപ്പോൾ. പകലിതാ ഒരു ബെഞ്ച് ഇത് കിട്ടണം, എന്നാലേ എനിക്ക് ശരിയാവും. ബെഞ്ചിൻ്റെ വെറും പലക കിടക്കൊന്നും പറ്റൂല. അതിൻ്റെ മേലെ ഇങ്ങനെ കിടന്നിട്ട് അങ്ങനെ ഇപ്പോൾ ശരിയാക്കുന്നത്. നടുവെല്ലാം ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കാം. ഭക്ഷണം കഴിച്ചാൽ തന്നെ ശരിയാവട്ടെ, നോക്കാം. അങ്ങനെയുണ്ട്. വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ട് പുറത്ത് പോകാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ നോക്കിയാവുന്നില്ല. ഇങ്ങോട്ടന്നെ വരെയത് ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ തല കറങ്ങും പോലെ തോന്നുന്നു. നല്ല ശരിയായിട്ട് വരാട്ടാ. ഉറക്കില്ല രാത്രി, വേദന കൊണ്ട് ഗ്യാസ് പോലെ തന്നെ. മരുന്ന് പറ്റാനിട്ടോ എന്നാന്ന് അറിയുന്നില്ല. ശരിയാവുമായിരിക്കും. ഇതിനേക്കാളുണ്ടായതല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടാ. എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എഴുതിക്കൊണ്ടെല്ലാം സമയം അങ്ങനെ പോകും. പ്രാവശ്യത്തെ ഡയറിയാണിത്. ഡയറി ഒന്നൊന്നും കിട്ടിയാൽ എനിക്ക് മതിയാവില്ല, അങ്ങനെ ഞാൻ എഴുതൽ. ശരി എന്നാലേട്ടാ.